ഹായ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ചാനൽ എന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ചാനൽ എന്നൊന്നുമില്ല, ഈ ഒരു വീഡിയോസ് ഞാൻ യൂട്യൂബിൽ വെറുതെ അപ്ലോഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞാനിത് ആരോടും പറഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ, ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ആർക്കും അങ്ങനെ പേഴ്സണലി അയച്ചു കൊടുക്കാറൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിപ്പോൾ ഞാൻ ഈ വീഡിയോസിലും പറയാറില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം അത്ര മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ എൻ്റെ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസമായാലും ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് കണ്ടു തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അരുണെ ഈ പരിപാടിയും തുടങ്ങിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങി. അപ്പം മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടുകാർക്ക് വാഴ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജാണ്. അയൽക്കാർക്ക് മരവാഴ, മൊത്തത്തിൽ ഞാനൊരു പടുവാഴ, കഞ്ചാവ്, വെളിവില്ലാത്തവൻ, അങ്ങനെ നമുക്കില്ലാത്ത പേരില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാത്ത ആളാണ്. ഈ ചെവി കൂടി കേട്ട് ഇപ്പുറത്തെ ചെവി കൂടി അങ്ങോട്ട് കളയുന്ന ഒരാളാണ് ഞാൻ. അത്തരം കാര്യങ്ങളൊക്കെ അതൊന്നും എനിക്ക് മാറ്ററേ അല്ല. കാരണം നമ്മൾ നമ്മുടെ രീതിക്ക് ജീവിതം ആസ്വദിക്കുക, അത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് പോളിസി. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. കാരണം ഒരു ജാതി പരിപാടിയാണ്, മറ്റേ പരിപാടിയാണെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണോ അത്? ഈ പറയുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഒരു 100 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അത്ര ഈസി അല്ല. ഞാനൊക്കെ ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ എക്സ്ട്രീം ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കൂ, പകലുറങ്ങാൻ പറ്റില്ല. ഞാൻ പകലുറങ്ങുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഉറങ്ങാതെ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഫുൾ ടൈം ഞാനിവിടെ കിടക്കുന്ന ആളാണ്. കാരണം എന്നെ ഇവിടെ, അതായത് എൻ്റെ ഈ സ്ഥാപനത്തിൽ രാവിലെ ചേച്ചിയൊക്കെ വരും. ചേച്ചി ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ജോലിക്കാർ അവിടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ റൂമിൽ പോയിട്ട് ഫുൾ ടൈം കിടക്കുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ വീഡിയോസ് കാണും. ഇതൊന്നും അവിടെ സാധിക്കില്ല. ഫോൺ നോക്കാനോ വീഡിയോസ് പകൽ ഉറങ്ങാൻ പാടില്ല. പിന്നെന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടില്ല. ഞാനൊക്കെ ഇരുന്നിരിപ്പിന് 2-3 ബിരിയാണി വേണമെങ്കിൽ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ ഇത് മാത്രമല്ല, ഇനിയും നമ്മൾ ചിന്തിക്കാത്ത പല രീതിയിലത്തെ കാരണം ഇപ്പോൾ 1-2 ടോയ്ലറ്റ് 20 പേര് യൂസ് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾക്ക് ചിലപ്പോൾ സമയത്ത് പോയിട്ട് ടോയ്ലറ്റ് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീൻസ് നമുക്ക് പിടിച്ചിരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെ എക്സ്ട്രീം നമുക്കതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, മനസ്സിലായില്ലേ? ഭയങ്കര ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് അവിടെ. അതൊന്നും ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നവർക്ക് അതൊരു വലി പ്രോഗ്രാമാണ്, അങ്ങനത്തെ പ്രോഗ്രാമാണ്, ഇങ്ങനത്തെ പ്രോഗ്രാം ആൾക്കാർ പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. മീൻസ് അതൊരു സർവൈവൽ ഷോയാണ്. അത് അവിടെ പോയിട്ട് 100 ദിവസം നിൽക്കുന്ന ആൾക്കാർ വേറെ ലെവൽ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ ഒന്നും ചെയ്യാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ എന്നാൽ കഴിയുന്നത് എല്ലാം അച്ചീവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റായിട്ട് തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വന്തം ഹോസ്പിറ്റലിലെത്തി. ഞാൻ കാല് നീട്ടിയിട്ടില്ലെങ്കിലും ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇത് മടുത്തിട്ടല്ല കേട്ടോ, എൻ്റെ ജോലി ഞാൻ മടുത്തിട്ടില്ല. എൻ്റെ ടാർഗറ്റിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ എത്തിയിട്ടില്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് യൂസഫ് അലി സാറിനെ മസാജ് ചെയ്യാൻ, മീൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലത്തെ എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം. അത് ഞാൻ എന്താ പറയുക, എൻ്റെ അടുത്ത് വന്ന് ഒഴിയുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എക്സ്ട്രീം ടാർഗറ്റ് അതാണ്. കാരണം ഞാൻ 6 വർഷം മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങും പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനു വേണ്ടി അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ. ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളെ അനുഗ്രഹിച്ചു തരും കൂടി വേണം. അപ്പോൾ ദൈവം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ദൈവം തലയിൽ ഒരു അനുഗ്രഹം കൂടി തന്നുകൊണ്ടാണ് നമുക്ക് തുടങ്ങിയിട്ട് ഇത്ര ഇടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ ഞാൻ സാധിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഞാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ എൻ്റെ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഫ്രീ ടൈമുകളിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ്. ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം പുതിയതായിട്ട്. കാരണം
എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് വെറുതെ സമയം കളയാനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ വളരെ കാലം മുന്നേ തന്നെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽസൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽസ് അന്ന് കാരണം എനിക്ക് അന്ന് അതിന് പറ്റിയൊരു സാഹചര്യമോ ഒന്നും എനിക്കില്ല. കാരണം ഇപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു സാഹചര്യമുണ്ട്, ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കംഫർട്ടബിളാണ്, നമുക്ക് മാനസികമായിട്ടൊരു കംഫർട്ട് സോണും കൂടി ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കംഫർട്ട് സോണിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. പക്ഷേ ഇപ്പം അങ്ങനെ ഈ വാഴയും പലർക്ക് വാഴ, വേറെ ചിലർക്ക് മരവാഴ, മറ്റു ചിലർക്ക് ഞാൻ പടുവാഴയാണ്, വേറെ ചിലർക്ക് ഞാൻ കഞ്ചാവാണ്, അതും കഴിഞ്ഞ് കുറച്ച് പേർക്ക് ഞാൻ വെളിവില്ലാത്തവനാണ്, പ്രാന്തനാണ്. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ ജീവിതം എൻജോയ് ചെയ്യണം. ആ എൻജോയ് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പണി അത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഞാൻ സ്വന്തം സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇതെനിക്ക് ഞാൻ പ്രണയിച്ച് ചെയ്യുന്ന ജോലിയാണ്. പക്ഷേ എൻ്റെ ഇനി അടുത്ത കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾക്കുള്ള യാത്രയിലോട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത്. അതിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ബിഗ് ബോസിൽ പോകണം. ബിഗ് ബോസിൽ എത്താൻ എനിക്കൊരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം ആവും ഇത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് BB10 മുമ്പെങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും അതിൽ പോയി നിൽക്കണം. കാരണം ഞാൻ ചെന്നാൽ എനിക്ക് അറിയാം, എന്നെ ഒന്നും ആർക്കും അറിയില്ല. ഞാൻ ഒരാഴ്ച തന്നെ അതിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. ഇനിയിപ്പോൾ അഥവാ എത്തിപ്പെട്ടാൽ പോലും. കാരണം നമുക്കൊക്കെ ആരെ വോട്ട് ചെയ്യുക. കാരണം ഒറ്റ നോട്ടത്തിൽ മറ്റാൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് എനിക്കില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ അങ്ങനെ ചിരപരിചിതരായ ഒരു വ്യക്തിയല്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ ആദ്യം എന്നെ തന്നെ തൂക്കി വെളിയിലിടുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. എങ്കിൽ പോലും ആ ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ പോകണം, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിനുള്ളൊരു എളിയ ശ്രമമാണ് ഈ വീഡിയോസ്. എന്നോട് ചോദിച്ചവരോടുള്ള മറുപടിയാണ്. നീ ഇപ്പോൾ എന്തിനാണ് ഈ കോമാളി പരിപാടി തുടങ്ങിയത് എന്ന് ചോദിച്ചവരോടുള്ള എൻ്റെ മറുപടി. കാരണം ഇതും ആൾക്കാർ അവിടെ ഇരുന്ന് പറഞ്ഞ് ചിരിച്ച് കളിയാക്കുന്ന എനിക്ക് ഉറപ്പാണ്. ബട്ട് നെവർ മൈൻഡ്, ഇത് ഞാൻ കേട്ട് ഇപ്പുറത്തോടെ ഞാൻ കളഞ്ഞിരിക്കും. താങ്ക് യു.